ഇന്ന് എന്നെ എടുത്ത് ടിവിയുടെ മുന്നിലാണല്ലോ നിൽക്കുന്നത്. എന്താ അമ്മേ ഇവളെ ഉദ്ദേശം വല്ലതാ മനസ്സിലായോ? ആ, ഡാൻസ് കളിക്കാനുള്ള മൂഡിലാണെന്ന് തോന്നുന്ന ചേച്ചി ഇന്ന്. ചേച്ചി എനിക്ക് അറിയത്തില്ല ചേച്ചി. ഞാനിവിടെ നോക്കി നിന്നോളാം. ചേച്ചി കളിച്ചോ? എന്നെ ഒന്ന് ആ നിലത്ത് നിർത്തുവോ? ഞാനവിടെ നിന്നോളാം. ആണ്ട പാട്ട് തുടങ്ങി. അയ്യോ, ഇവളിപ്പ തുള്ളാൻ തുടങ്ങും ഇവള്. ഒറ്റയ്ക്ക് തുള്ളിയാ പോരെ നിനക്ക്? എന്നെ എന്തിനാ തുള്ളിക്കുന്നേടി? ഞാനിവിടെ നിക്കാടി, നീ തുള്ളടി ഡാൻസ്. അമ്മ ഒന്ന് രക്ഷിക്കമ്മേ. ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞെന്ന് വിചാരിച്ച് ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ക്രൂരത കാണിക്കില്ലേ അമ്മേ? നിങ്ങൾ ഇന്നലെ വന്നപ്പോ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴിങ്ങനെ കാണിക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല അമ്മേ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവോ ഇവക്ക്? ഇവള് കീ കൊടുത്ത ബാബയെ പോലെ നിർത്തി. ഓ, ഇനി ഞാനെന്ന് റെസ്റ്റ് എടുക്കട്ടെ. താങ്ക്സ് അമ്മേ, താങ്ക്സ്. എന്തോ തിന്നാൻ കിടക്കും നമ്മൾ. അതാ വീണ്ടും എടുത്ത് അതൊന്ന് മണത്തു നോക്കാനുള്ള സമയമെങ്കിലും താടി. എനിക്ക് അയ്യോ എന്നതായിട്ട് തുള്ളിക്കുന്ന ഇവള്. എടി, ഞാൻ ഓക്സിജൻ ശ്വസിക്കുന്ന ജീവിയാടി, ഞാൻ പാവയല്ലടി. ആവൂ, അതാ വീണ്ടും എടുത്ത. എന്റെ പൊന്നിതല്ല, ഇവളടുത്തൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. വേടലേക്ക് സ്കൂളും തുറക്കത്തില്ലല്ലോ എന്റെ തമ്പുരാനെ. എന്നെ ഒന്ന് നിലത്ത് ഇറക്കി വെക്കി. ഞാൻ പോടെന്റെ പാട് നോക്കി. നീ തുള്ളു, ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. പോ തുള്ളു, ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം. ഇതാ എന്റെ സ്ഥലം. ദാ വരുന്ന എന്റെ വാലേ വീണ്ടും. ഓ, വീണ്ടും എന്നെ എടുത്ത്. എടി, എന്നെ ഇങ്ങനെ ഇട്ട് തുള്ളിക്കല്ലേടി. എന്റെ കുടലും മണ്ടവും എല്ലാം മറിഞ്ഞു പോകൂടി. എനിക്ക് ഫുഡ് കഴിക്കാനുള്ളതാടി വയറ് നിറച്ച്. നീ എന്നെ ഒന്ന് ഇറക്കൂ. ആ, അവിടെ ഒന്ന് ഇരുത്ത്. ഞാനൊന്ന് നിലം തൊടട്ടെ. അയ്യോ ദൈവമേ, ഞാൻ ചത്ത്. എന്നെ ഇനി ഒടിച്ചു മടക്കി ഏതെങ്കിലും മൂലയിലോട്ട് കയറ്റുന്നതാ നല്ലത്. നന്ദിയില്ലാത്തവളെ. അതാ വീണ്ടും എടുത്ത അവള്. എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ലണേ. എനിക്ക് വയ്യ ഈ വീട്ടിൽ ജീവിക്കാൻ. എന്റെ ഈ മുഖം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ തള്ള എന്ന് വിളിക്കണമെന്ന് എനിക്കുണ്ട്. എന്നാലും അമ്മേ, സമാധാനമായി വിട്ടല്ലോ. ജീവൻ തിരിച്ചു കിട്ടിയത് എന്നെ ഭാഗ്യം.